ഉടനീള വാർത്തയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യുക. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മാസപ്പിറവി കണ്ടു വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ. മാസപ്പിറവി ദൃശ്യമായത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത്. ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. അവസരവാദികൾ സുഖിപ്പിക്കുന്ന വർത്തമാനം പറയും, അത് പൊതുവികാരമാണെന്ന് സംഘപരിവാർ തെറ്റിദ്ധരിക്കേണ്ട. BJP അജണ്ട നടപ്പാക്കുന്ന നാടല്ല കേരളമെന്നും പിണറായി വിജയൻ. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുൻ CEO UV ജോസിനെ ED വീണ്ടും ചോദ്യം ചെയ്തു. റെഡ് ക്രസന്റ് നൽകിയ 3.8 കോടി രൂപ കോഴയായി നൽകിയെന്ന സന്തോഷ് ഈപ്പന്റെ മൊഴി. കോഴ നൽകിയത് ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് ഷൗക്രിക്ക്. സ്വപ്ന സുരേഷിന്റെ നിയമനത്തിലും EDയുടെ അന്വേഷണം. സ്പേസ് പാർക്കിലെ നിയമനത്തിൽ വിശദാംശങ്ങൾ തേടി. സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പിന്റെ മൊഴിയെടുത്തു. പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പേഴ്സ് പ്രതിനിധികൾക്കും EDയുടെ നോട്ടീസ്. സംസ്ഥാനത്ത് കോവിഡ് ജാഗ്രതാ നിർദ്ദേശം. കേസുകളിൽ നേരിയ വർധന. ആശുപത്രിയിലെത്തുന്നവർക്ക് മാസ്ക് നിർബന്ധം. നിരീക്ഷണം ശക്തിപ്പെടുത്താൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. തിരുവനന്തപുരം മൂലവിളാകത്ത് വീട്ടമ്മയെ ആക്രമിച്ചതിൽ പ്രതിയെ ഇനിയും പിടികൂടിയിട്ടില്ല. അക്രമിയെക്കുറിച്ച് വിവരം ലഭിച്ചെന്ന് പോലീസ്. പ്രതി സഞ്ചരിച്ച ബൈക്കിന്റെ വിവരങ്ങൾ കണ്ടെത്തി. അന്വേഷണത്തിൽ ഇരയായ സ്ത്രീകൾക്ക് ആക്ഷേപമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി.